നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്ഷൻ 11.4 ആണ് പാരാബോള. പാരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. എ പാരാബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഫിക്സഡ് ലൈനിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഫിക്സഡ് പോയിന്റിൻ്റെ കാര്യമാണ് അല്ലേ. അപ്പം നമുക്കൊരു ഫിക്സഡ് ലൈൻ വേണം. ആ ഫിക്സഡ് ലൈൻ ഞാൻ വരയ്ക്കുവാണേ. ഇതാണ് ഫിക്സഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു ഫിക്സഡ് ലൈനും ഉണ്ട്, ഫിക്സഡ് പോയിന്റും ഉണ്ട് അല്ലേ. ഇനി ഈ ഫിക്സഡ് ലൈന് ഞാൻ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ ഫിക്സഡ് പോയിന്റിനെ ഞാൻ F എന്ന് ഡിനോട്ട് ചെയ്യുകയാണേ. ഇനി ഈ ഫിക്സഡ് ലൈനിലെ ഒരു പോയിന്റ് ആണ് B1 എന്ന് പറയുന്നത്, B1. ഓക്കെ, ദെൻ ഈ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് P1 എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ്, അതായത് ഈ B1ഉം P1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ P1ഉം Fഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പോയിന്റ്സ് പരാബോളയിൽ ലൈ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഈ രണ്ട് ഡിസ്റ്റൻസും, അതായത് B1 P1 എന്ന് പറഞ്ഞ ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു ഏത് ഡിസ്റ്റൻസ്, P1ഉം Fഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പോയിന്റ്സ് എവിടെ ലൈൻ ചെയ്യുന്നു എന്ന്, പാരാബോളയിൽ ലൈൻ ചെയ്യുന്നു എന്ന്. അപ്പോൾ അടുത്തൊരു പോയിന്റ് B2 എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ലൈനിലെ പോയിന്റ് ആണ്, പ്ലെയിനിലെ പോയിന്റ് ആണ് P2 എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പോയിന്റ്സ് എവിടെ ലൈ ചെയ്യുന്നു, പരാബോളയിൽ ലൈൻ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ദെൻ B3 എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ആണ് ഒരു ഫിക്സഡ് ലൈനിലെ, ദെൻ പ്ലെയിനിലെ പോയിന്റ് ആണ് P3 എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കേട്ടോ, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പോയിന്റ്സ് പരാബോളയിൽ ലൈ ചെയ്യുന്നു എന്ന്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോൾ, കൂട്ടി വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതായത് ഒരു യു ഷേപ്പാണ് കിട്ടുന്നത്, ഒരു യു ഷേപ്പ്ഡ് കർവാണ് കിട്ടുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പരാബോള എന്ന്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പരാബോള എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യു ഷേപ്പ്ഡ് കർവാണ്, യു ഷേപ്പ്ഡ് കർവ്. ഓക്കെ, യു ഷേപ്പ്ഡ് കർവാണ്. ഞാൻ ഇത് വരച്ചതിൻ്റെ കുറച്ച് മിസ്റ്റേക്കാണ്. യു ഷേപ്പ്ഡ് കർവാണ്. ഇതിൽ ഈ ഫിക്സഡ് ലൈനിനെ നമ്മളൊരു പേര് പറയും, ഡയറക്ട്രിക്സ് എന്ന് പറയും. ഫിക്സഡ് ലൈൻ എന്തെന്ന് പറയും, ഡയറക്ട്രിക്സ്. പിന്നെ ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയും. ഫോക്കസ്. ഫിക്സഡ് ലൈനിന് പറയുന്ന പേര് ഡയറക്ട്രിക്സ് എന്നും ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേര് ഫോക്കസ്. ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ വരച്ചിരിക്കുന്നത് നമുക്ക് എക്സ് ആക്സിസിനാണ് അല്ലേ. നമുക്കറിയാം ഇത് എക്സ് ആക്സിസിലാണ്, ഇത് എക്സ് ആക്സിസും ദെൻ ഇങ്ങോട്ടുള്ളത് മുകളിലേക്കുള്ളത് ഏതാ, വൈ ആക്സിസ് ആണ് അല്ലേ. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇവിടെ ഞാൻ വൈ ആക്സിസും കൂടി വരയ്ക്കാം. വൈ ഡാഷ്, എക്സ് ഡാഷ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട് അല്ലേ. നമുക്ക് ഈ പോയിന്റിനാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സ് എപ്പോഴും നമ്മൾ ഈ കേസിൽ, നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള വെർട്ടെക്സ് 0 0, അതായത് ഒറിജിൻ ആവുന്ന കേസാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് പരാബോള? പരാബോള എന്ന് പറഞ്ഞാൽ ഒരു യു ഷേപ്പ്ഡ് കർവാണ്, യു ഷേപ്പ്ഡ് കർവ് ഇങ്ങനെ വരും. അത് 4 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളിത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അതുപോലെ തന്നെ ഇനി അടുത്തത് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക്. ഇതും എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ്. ദെൻ ഇതെങ്ങനെയായിരിക്കും, വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും. കാരണം എന്താ, വൈയുടെ ആക്സിസിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് വൈ ആക്സിസ് ആണ് അല്ലേ.
വൈ ആക്സിസിന് സിമെട്രിക് ആണ്, അത് അപ്വേർഡ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് വേറെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് ഡൗൺവേർഡ്സിൽ. ഓക്കെ, ഈ 4 കേസാണ് നമുക്ക് പരാബോളയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ഫിക്സഡ് ലൈനിന് പറയുന്ന പേര് ഡയറക്റ്റിസ്, ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേര് എന്താ, ഫോക്കസ്. ദെൻ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വെർട്ടെക്സ് 0 0 ഒറിജിൻ ആവുന്ന കേസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പരാബോളയിൽ 4 കേസും കൂടി പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് സിമെട്രിക് ആവുന്ന കേസ്, എക്സ് ആക്സിസിന് സിമെട്രിക് ആവുന്ന കേസിൽ തന്നെ 2 എണ്ണമുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഉള്ളത്. പിന്നെ വൈ ആക്സിസിന് സിമെട്രിക് ആവുന്ന കേസിൽ അപ്വേർഡും ഡൗൺവേർഡും ഉള്ള കേസ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ലാറ്റസ് റെക്റ്റം എന്ന് പറയും. ലാറ്റസ് റെക്റ്റം, ഇപ്പം നമ്മുടെ ഡയറക്റ്റിസ് എന്താണെന്ന് പറഞ്ഞു, ഫിക്സഡ് ലൈനിനാണ് ഡയറക്റ്റിസ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റിനാണ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 0 ഒറിജിനാണ്. ഇനി ലാറ്റസ് റെക്റ്റം, അടുത്തൊരു കാര്യമാണ് ലാറ്റസ് റെക്റ്റം. നമുക്ക് നോക്കേണ്ടത് ലാറ്റസ് റെക്റ്റമാണ്. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷനിൽ പറയുന്നത്, ലാറ്റസ് റെക്റ്റം ഓഫ് എ പാരാബോള is a line segment perpendicular to the axis of the parabola through the focus and the wall endpoint lie on the parabola. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോക്കസ് കണ്ടു. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിക്സഡ് പോയിന്റിനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫിക്സഡ് ലൈന് ഇവിടെ വരുമ്പോൾ അത് എന്തായിരിക്കും, അത് ഡയറക്റ്റിസ് ആണ്. ഇത് ഏതായിരിക്കും, ഒറിജിൻ ആണ്, വെർട്ടെക്സ് അല്ലേ. ഓക്കെ, നമ്മൾ എടുക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ആക്സിസ് ഏതാ, എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ വരുന്ന ലൈൻ, അതായത് ഫോക്കസിലൂടെ വരുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഈ ലൈനിന് പറയുന്ന പേരാണ് എന്ത്, ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്റസ് റെക്റ്റം. ഇത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ എടുക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രി വരണം അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ വരുന്ന ലൈനെയാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, വെർട്ടെക്സ് പഠിച്ചു, അതുപോലെ തന്നെ ഡയറക്റ്റിസ് പഠിച്ചു. ഡയറക്റ്റിസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലൈനിന് പറയുന്ന പേരാണ് ഡയറക്റ്റിസ്. പിന്നെ ഫിക്സഡ് പോയിന്റ് ഏതാ, ഫോക്കസ്. പിന്നെ ലാറ്റസ് റെക്റ്റം നോക്കി. ഇനി നമുക്ക് ഓരോന്ന് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഹെഡിങ് എഴുതാം, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പം 4 കേസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് കേസിൻ്റെ നോക്കാം. ഫസ്റ്റ് കേസ് ഞാൻ വരയ്ക്കുന്നത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള ഫിഗറാണ്. അത് നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ളതാണ് കേട്ടോ ആദ്യം വരയ്ക്കുന്നത്. ആദ്യം ഞാൻ വരച്ചപ്പോൾ കണ്ടാണ് പിക്ചർ. ആദ്യം ആക്സിസ് വരയ്ക്കാം. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, ദെൻ വൈ ഡാഷ്. നമ്മൾ പറഞ്ഞു വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആവുന്ന കേസാണ് നമ്മൾ പഠിക്കാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത്, എഫ്. ഓക്കെ, ദെൻ ഇത് ഡയറക്റ്റിസ്, ഫിക്സഡ് ലൈനാണ് ഡയറക്റ്റിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഫസ്റ്റ് വണ്ണിൻ്റെ ഇക്വേഷൻസ് ഞാൻ എഴുതി തരാം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻസ് ആവശ്യമാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് വൺ, y square equal to
4ax. ഇതാണ് ഈ കേസിലെ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. y² = 4ax. ഓക്കെ, ഇനി ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്, വെർട്ടെക്സ് എപ്പോഴും എന്തായിരിക്കും? 0 0 ഒറിജിൻ ആയിരിക്കും. ആ കേസാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. വെർട്ടെക്സ് 0 0 ഒറിജിൻ. ഓക്കെ, ദെൻ ഫോക്കസ്. അടുത്തത് ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസിനാണ്, ഈ പോയിന്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് A0. ഫോക്കസ് = A0. എക്സിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. ഫോർത്ത് വൺ, ഇക്വേഷൻ ഓഫ് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിപ്പോൾ എടുത്തിരിക്കുന്ന എക്സ് ആക്സിസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y = 0 അങ്ങനെ എഴുതണം. ഓക്കെ, വൈയുടെ വാല്യൂ ഈ കേസിൽ 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിൻ്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ? 0 ആണ്. ദെൻ അടുത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x = -a. ഇതാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് ലൈനാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെ ഒറിജിൻ, പിന്നെ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പോയിന്റ് ഏതാ? എ ആണ്. അപ്പം നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവുന്നു. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = എന്ത് വരും? -a അല്ലേ. x = -a എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഓക്കെ, ദെൻ അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ, ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഫോക്കസിലൂടെ വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലറായിട്ട്, ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫോക്കസിലൂടെ വരയ്ക്കുന്നത്. അത് എന്താണെന്ന് പറയുന്നത്? 4a ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത കേസിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² = -4ax ആണ്. അതായത് നമുക്ക് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വന്നിരിക്കുന്ന സൈഡ് നോക്കുക, സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെർട്ടെക്സ് ഞാൻ പറഞ്ഞു, വെർട്ടെക്സ് എപ്പോഴും 0 0 ആയിരിക്കുന്ന കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെർട്ടെക്സ് 0 0. ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എക്സ് ആക്സിസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. വൈയുടെ വാല്യൂ, വൈ ഉണ്ടോ? വൈ ഹൈറ്റ് ഇല്ല. അപ്പോൾ ഈ പോയിന്റ് ഏതായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് -a0. ഫോക്കസ് -a0. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ആക്സിസ് y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എവിടെ വന്നത്? നമുക്ക് ഈ വന്നിരിക്കുന്ന സെൻറ്ററിൻ്റെ പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഡയറക്ട്രിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ x = എന്ത് വരും? +a ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ x = a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫോക്കസിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നതാണ്. ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫോക്കസിലൂടെ വരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4a ആണ്. നമ്മൾ ഈ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷനും പഠിക്കണം. അതുപോലെ തന്നെ വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഇത്രയും ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. അത് ഏതൊക്കെ കേസിലാണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിയുമ്പോൾ അറിയണം വെർട്ടെക്സ് ഏതാണ്, ഫോക്കസ് ഏതാണ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് ഏതാണ്,
ഇക്വേഷൻ ഓഫ് ഡയറക്റ്റിസ് ഏതാണ്, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതല്ല ഈ കേസുകളെല്ലാം തന്നിരിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി അതൊന്നുമല്ല, ഫിഗറാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ്, വെർട്ടെക്സ് എന്താണ്, ഫോക്കസ് എന്താണ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്താണ്, എല്ലാം അറിഞ്ഞിരിക്കുക. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറും അതുപോലെ തന്നെ ഈ ഇക്വേഷനും നമ്മുടെ മനസ്സിലുണ്ടാവണം. 4 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിപ്പോൾ സെക്കൻഡ് കേസാണ്. ഇനി തേർഡ് കേസ് നോക്കാം. തേർഡ് കേസ് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ്, അതായത് അപ്വേർഡിൻ്റെ കേസാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ y² അല്ല x² ആണ്. ഓക്കെ, വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുമ്പോൾ ഇക്വേഷൻ ഏതാ, x² = 4ay. ഇനി അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് എപ്പോഴും 0 0 ആണ്, ഒറിജിൻ ആയിരിക്കും. പിന്നെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെർട്ടെക്സിൻ്റെ മേളല്ലേ ഫോക്കസ് വന്നെ, വെർട്ടെക്സ് കഴിഞ്ഞിട്ടാണ് ഫോക്കസ് വന്നെ. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. ഇത് വൈ ആക്സിസിലായതുകൊണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് വൈയുടെ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, വൈയുടെ വാല്യൂ a ആണ്, പോസിറ്റീവ് a ആണ്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് 0a, ഫോക്കസ് 0a. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ, 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ആക്സിസ് x = 0. ഇക്വേഷൻ ഓഫ് ഡയറക്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ്റെ താഴെയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് അല്ലേ, വൈയുടെ വാല്യൂ എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ y = -a. ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എപ്പോഴും 4a തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അപ്വേർഡ് ആയിട്ടുള്ള കേസിൽ എന്തൊക്കെയായിരുന്നു, ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് x² = 4ay, വെർട്ടെക്സ് 0 0, ഫോക്കസ് 0a. ഇക്വേഷൻ ഓഫ് ആക്സിസ് x = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y = -a. ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം 4a. ഓക്കെ, അപ്പം ഇത് ബൈ ഹാർട്ട് ചെയ്യണം, പിക്ചർ ഓർമ്മയിലുണ്ടാവണം. അടുത്ത് ലാസ്റ്റ് കേസാണ്. ലാസ്റ്റ് കേസിൽ നമ്മൾ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളത് തന്നെയാണ്, ഡൗൺവേർഡ്സിലുള്ളതാണ് നോക്കുന്നത് അല്ലേ, താഴെയിട്ടാണ് വരച്ചിരിക്കുന്നത് പരാബോള അല്ലേ. അപ്പോൾ ഇക്വേഷൻ നോക്കാം, x² = -4ay. നമ്മളോടൊക്കെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഫിഗർ എങ്ങനെയാണെന്നുള്ള കാര്യവും, പിന്നെ വെർട്ടെക്സ് എന്തായിരിക്കും, ഫോക്കസ് എന്താണ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്താണ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണ്, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ തരുമ്പോൾ തന്നെ അറിയണം. അതുപോലെ തന്നെ ഫിഗർ നമ്മുടെ മനസ്സിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ കേസിലും എന്ത് തന്നെയാണ്, 0 0 ഒറിജിൻ തന്നെയാണ്. ഫോക്കസ് എന്ന് പറയുന്നത് താഴെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഒറിജിൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, y എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ 0 - a അതാണ് ഫോക്കസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് ഞാൻ പറഞ്ഞു, വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്, x = 0 എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒറിജിൻ്റെ മുകളിലായിട്ടാണ് ഡയറക്ട്രിക്സ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇല്ല, വൈയുടെ വാല്യൂ ഉള്ളൂ. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. y = a. പിന്നെ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എന്ന് പറയുന്നത് എല്ലാ കേസിലും 4a ആയിരിക്കും, 4a. ഓക്കെ, അപ്പോൾ ഈ 4 കേസും മനസ്സിലുണ്ടാവണം, ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാബോള എന്താണെന്നും അതുപോലെ തന്നെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക് ആയിട്ടുള്ള പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനൊക്കെ പഠിച്ചായിരുന്നു. അത് ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോക്കസ് ആക്സിസ് ഓഫ് ദ പരാബോള, ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ y² = 12x എന്നാണ്. ഇതിനകത്ത് നമുക്ക് ഫോക്കസ്, ഈ പരാബോളയുടെ ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ് ഓഫ് പരാബോള കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം കണ്ടുപിടിക്കണം. ആദ്യം y² = 12x എന്ന് പറഞ്ഞത്
ഏത് പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെന്ന് നോക്കണം. നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എടുക്കേണ്ടത്? പരാബോളയുടെ y² = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? y² = 4ax ഉം y² = -4ax ഉം അല്ലേ? ഈ രണ്ടെണ്ണമാണ് നമ്മൾ y² എന്നും പറഞ്ഞ് പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ y² ഒരു പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതാ? y² = 4ax എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് വന്നത്. അപ്പോൾ y² = 4ax ഈ ഇക്വേഷനാണ് ഇവിടെ നമുക്ക് വരേണ്ടത് അല്ലേ? അപ്പം നമുക്ക് y² = 12x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാ? y² = 4ax. അപ്പം നമുക്ക് a കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് 4ax = y² ഇവിടെ എത്ര? 12x. ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² = 4ax. അപ്പോൾ 4ax = 12x എന്ന് കൊടുത്തു. ദെൻ എക്സും കട്ട് ചെയ്ത് കളഞ്ഞു. എയുടെ വാല്യൂ കാണാനായിട്ട് 12 ÷ 4 അല്ലേ? റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 3 കിട്ടും അല്ലേ? 4 × 3 ആണ് 12. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി 3. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫോക്കസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. y² = 4ax എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഫോക്കസ് എന്താവും? y² = 4ax ആവുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു y² = 4ax ആവുമ്പോൾ വെർട്ടെക്സ് 0 0 ആണ്. വെർട്ടെക്സ് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മളോട് വെർട്ടെക്സ് ചോദിച്ചിട്ടില്ല. ഫോക്കസ് എന്താണ്? ഫോക്കസ് എന്ന് പറയുന്നത് A0 ആണ്. ഫോക്കസ് A0 ആണ്. അതുപോലെ തന്നെ ഇനി ഏതാ? ആക്സിസ് ഓഫ് ദ പരാബോള. ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് y = 0 ആണ്. കാരണം എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുമ്പോൾ y = ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കേസിൽ. ഇക്വേഷൻ ഓഫ് ദ ആക്സിസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? y = 0. ദെൻ ഇനി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഈ കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് x = -a എന്നാണ്. അപ്പം ഇവിടെ എയുടെ വാല്യൂ കൊടുക്കേണ്ട വരും. പിന്നെ ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം, അതിന് ഞാൻ LL ആർന്ന് കൊടുക്കുകയാണ്. ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു, അതെന്താണ്? 4a ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇക്വേഷനൊക്കെ കിട്ടി. y² = 4ax ആവുമ്പോൾ ഉള്ള ഫോക്കസിൻ്റെ ഇക്വേഷനും ഇക്വേഷൻ ഓഫ് ആക്സിസും അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സും ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം കിട്ടി. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഇക്വേഷനാണ് ഈ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഫോക്കസ് = ഫോക്കസ് എന്ന് പറയുന്നത് A0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചത് 330. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സിസ് ഓഫ് ദ പരാബോള. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു, ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ? എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് y² = 4ax എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വന്ന പരാബോളയുടെയാണ്. അപ്പോൾ y = 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. y-യുടെ വാല്യൂ 0 ആണ്. പിന്നെ അടുത്ത എന്താ? ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഈക്വൽ ടു x = -a ആണ്. അതായത് എയുടെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? അപ്പം -3. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം. ഇതിന് ഞാൻ LR എന്ന് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കാം. LR. ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം 4a. അപ്പോൾ 4 × a എന്ന് പറയുന്നത് 3 ആണ്. 4 × 3 എന്ന് പറയുന്നത് 12. ഓക്കെ.
ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആദ്യം നോക്കേണ്ടത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വൈ സ്ക്വയർ ഈക്വൽ ടു 12x. വൈ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളതാണ്. രണ്ട് ഇക്വേഷനാണ്, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax വൈ സ്ക്വയർ ഈക്വൽ ടു -4ax. ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു പോസിറ്റീവ് ആണ്, അല്ല നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ ഏത് ഇക്വേഷനാണ്, ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു, 4ax ഈക്വൽ ടു, രണ്ടിന് ലെഫ്റ്റ് സൈഡ് ഈക്വൽ അല്ലേ, അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാലോ. 4ax ഈക്വൽ ടു 12x. ദെർഫോർ എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ എ ഈക്വൽ ടു 4നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12/4 എന്ന് പറയുന്നത് 3 കിട്ടി. അപ്പോൾ എ എനിക്ക് കിട്ടി. ഇനി വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആവുമ്പോൾ അതിൻ്റെ വെർട്ടെക്സും ഫോക്കസും ഇക്വേഷൻ ഓഫ് ദ ആക്സിസും ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സും ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റും ഒക്കെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചവർക്ക് ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫോക്കസ് A0 ആണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആകുമ്പോൾ ഫോക്കസ് A0. എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 3. അപ്പോൾ 30. ഇത് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമാണ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 ആണ്. ഓൾറെഡി അത് ഞാൻ എഴുതി, y ഈക്വൽ ടു 0. പിന്നെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു -a ആണ്. എയുടെ വാല്യൂ 3 ആണ്, അപ്പോൾ -3. ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റ് എന്ന് പറയുന്നത് 4a. 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 3. 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y. അപ്പം നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പരാബോളയുടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അതുപോലെ തന്നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കുക. ഇവിടെ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത് അല്ലേ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y എന്നാണ് ഇവിടെ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണേ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുകയാണ്. കാരണം ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ് അല്ലേ, അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാലോ. 4ay ഈക്വൽ ടു 6y which is equal to വൈയും വൈയും കട്ട് ചെയ്ത് കളയാം. ദെൻ a ഈക്വൽ ടു 6/4. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വെച്ച് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാലോ, അപ്പോൾ 3/2 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 3/2. ഇനി നോക്കേണ്ടത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആവുമ്പോൾ നമ്മുടെ പരാബോളയുടെ വെർട്ടെക്സ് അതുപോലെ തന്നെ ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം, ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആവുമ്പോൾ നമുക്കറിയാം വെർട്ടെക്സ് എപ്പോഴും 0 0 ആയിരിക്കും. ഇനി അടുത്തതോ ഫോക്കസ്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാ? ഫോക്കസ് കണ്ടുപിടിക്കാനാണ്. ഫോക്കസ് എന്ന് പറയുന്നത് 0a, A0 അല്ല 0a. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ചെയ്താൽ മാത്രമാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആവുമ്പോൾ ഫോക്കസ് ചെയ്താൽ 0a. ദെൻ ഇക്വേഷൻ ഓഫ് ആക്സിസ്, ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ത് വരും? എക്സ് ഈക്വൽ ടു 0 ആണ്. കാരണം വൈ ആക്സിസിന് സിമെട്രിക് ആയി വന്നതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 0. ഓക്കെ, ദെൻ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാ? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു -a ആണ്. y ഈക്വൽ ടു -a. ഓക്കെ, ദെൻ ഇനി ലാസ്റ്റ് വൺ ഏതാ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 4a ആണ്. 4 ഇൻറ്റു a നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം. ഇക്വേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് ഏതായിരുന്നു ഫസ്റ്റ്? ഫോക്കസ് ഈക്വൽ ടു A0, അതായത് A0 അല്ല 0a, സോറി 0a. എയുടെ വാല്യൂ എത്രയാ? 3/2.
ദെൻ അടുത്തത് ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു വൈക്ക് സിമെട്രിക് ആയി വന്നതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ആണ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് x equal to 0. Then equation of directrix y equal to minus a, അതായത് മൈനസ് എയുടെ വാല്യൂ എത്രയാ 3/2 ആണ്. അപ്പോൾ -3/2. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് -3/2. ഇതൊരു ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. കാരണം ഇത് ക്രോസ് ചെയ്ത് നമുക്ക് എഴുതാമല്ലോ. 2 × y എന്ന് പറഞ്ഞാൽ 2y ഈക്വൽ ടു -3. ഇനി 2y ഈ -3 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും, +3 വിച്ച് ഇസ് ഈക്വൽ ടു 0. കാരണം ഒരു ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ത് വരും? 4a. 4 × a എത്രയാ? 3/2. 4ഉം 2ഉം കട്ട് ചെയ്ത് കളയാം, 2 വരും അല്ലേ. 3 × 2 എന്ന് പറയുന്നത് 6. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ വെറുതെ y ഈക്വൽ ടു ഒരു -3 എന്നാണ് പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ അത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം y ഈക്വൽ ടു -3/2 എന്ന് എടുക്കണം. ആരെ ഞാൻ ഈ 2നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 2 × y 2y, പിന്നെ -3നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ +3 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. y² ഈക്വൽ ടു -8x. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയാണ്. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് y² ഈക്വൽ ടു 4ax-ഉം y² ഈക്വൽ ടു -4ax-ഉം അല്ലേ. ഇത് എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കേണ്ടതെന്ന് നോക്കണം. ഇവിടെ -8x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. y² ഈക്വൽ ടു നെഗറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഇക്വേഷനാണ് എടുക്കേണ്ടത് അല്ലേ. y² ഈക്വൽ ടു -4ax. അപ്പോൾ ഈ കേസിൽ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? -4ax ഈക്വൽ ടു -8x എന്ന് കൊടുക്കാമല്ലോ. എക്സും ക്യാൻസൽ ചെയ്ത് പോകും. therefore a equal to നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. then 8/4 which is equal to 2. നമുക്ക് എയുടെ വാല്യൂ 2 കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫോക്കസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ആക്സിസ്, ദെൻ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഇത്രയും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം y² ഈക്വൽ ടു -4ax ആകുമ്പോൾ നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 0 ആണെന്ന് നമുക്കറിയാം. ഫോക്കസ് എന്ന് പറയുന്നത് -a0 ആണ്, -a0. ദെൻ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 ആണ്. എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുമ്പോൾ yയുടെ വാല്യൂ 0 ആണ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് y ഈക്വൽ ടു 0. ദെൻ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു a ആണ്. ദെൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് LR, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. നമുക്കതൊക്കെ കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ഫോക്കസ് ചെയ്താൽ ഫോക്കസ് ഈക്വൽ ടു -a0 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ -2 0. ദെൻ അടുത്തത് ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 ആണ് ഈ കേസിൽ അല്ലേ. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഈസ് x ഈക്വൽ ടു a. അതായത് എയുടെ വാല്യൂ എന്താ ഇവിടെ 2 ആണ്. അപ്പോൾ x ഈക്വൽ ടു 2. ദെൻ അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം
LLR എന്ന് എഴുതുവാണ് ഞാൻ. ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. 4 ഇൻറ്റു എ എത്ര 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 8. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. അടുത്തത് x² ഈക്വൽ ടു -16y അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് വൈക്ക് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? x² ഈക്വൽ ടു എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4ay-യും x² ഈക്വൽ ടു -4ay-യും. ഇതിൽ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? x² ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതാം -4y, അതായത് സെക്കൻഡ് ഇക്വേഷൻ എടുക്കണം അല്ലേ. x² ഈക്വൽ ടു -4ay. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. -4ay ഈക്വൽ ടു -16y എന്ന് വരും. ഓക്കെ, ഇപ്പം നെഗറ്റീവും കട്ട് ചെയ്ത് കളഞ്ഞു, വൈയും കട്ട് ചെയ്ത് കളഞ്ഞു. ദെർഫോർ a ഈക്വൽ ടു 16/4. എത്ര കിട്ടും? 4. 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ് അല്ലേ. ഓക്കെ, ഇനി x² ഈക്വൽ ടു -4ay ആവുമ്പോൾ നമുക്കറിയാം ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് 0 - a ആയിരിക്കും. ഫോക്കസ് എന്ന് പറയുന്നത് ഓക്കെ 0 - a. ദെൻ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് അത് y ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്നത് കൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. പിന്നെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു a. ദെൻ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം എന്ന് പറയുന്നത് 4a. നമുക്കതൊക്കെ എഴുതാം. ഫോക്കസ് ഈക്വൽ ടു 0, -a. എയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ -4. ദെൻ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് x ഈക്വൽ ടു 0. ഓക്കെ, ദെൻ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y ഈക്വൽ ടു a ആണ്. അപ്പോൾ y ഈക്വൽ ടു a എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ എന്താ? 4 ആണ്. അപ്പോൾ y ഈക്വൽ ടു 4. ദെൻ ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു 4a. 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു 16. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഇനിയുള്ള രണ്ട് ക്വസ്റ്റ്യൻ 5th 6th ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എക്സസൈസ് 11.2-ലെ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോക്കസ് 60, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -6. പറഞ്ഞിരിക്കുന്നത് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഫോക്കസ് തന്നിട്ടുണ്ട് 60, അതുപോലെ തന്നെ ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട് x ഈക്വൽ ടു -6. ഇതിൽ നിന്ന് നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 60 അല്ലേ. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത് A0 ഈ ഒരു ഫോമിലാണ് തന്നിരിക്കുന്നത്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു -a ഈ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 6 ആണ് അല്ലേ. a ഈക്വൽ ടു 6, അതായത് ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം A0 ആ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താ? 6 ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു -a. ഇനി ഫോക്കസ് A0യും ഡയറക്ട്രിക്സ് -aയും ആവുന്നത് പരാബോളയുടെ ഏത് ഇക്വേഷനിലാണ് അറിഞ്ഞിരിക്കണം. അത് ഏത്? എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് y² ഈക്വൽ ടു 4ax. ഇതാണ് ആ ഇക്വേഷൻ. അതായത് ഫോക്കസ് A0യും ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -a ആവുമ്പോഴും നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ ഏതാ? y² ഈക്വൽ ടു 4ax. ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് അറിഞ്ഞാൽ മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് y² ഈക്വൽ ടു 4ax എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു a എത്ര ഇവിടെ? 6 ആണ്. 6 ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 24 എക്സ് എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ നോക്കാം. ഫോക്കസ്
0 minus 3. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് 0 minus 3. അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു x അല്ല y ഈക്വൽ ടു 3 ആണ്. അപ്പം നോക്കണം ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് 0 minus 3 ആണ്. അപ്പം നമുക്ക് ഫോക്കസ് എന്ന് പറയുന്നത് f ഈക്വൽ ടു 0 minus a then y ഈക്വൽ ടു a അല്ലേ. y എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ ഫോക്കസ് എന്ന് പറയുന്നത് 0 minus 3. 0 minus 3 എന്ന് പറയുമ്പോൾ ഇത് ഏതിനാ y ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്നതാണ്. y ആക്സിസിന് സിമെട്രിക് ആയിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4a/യും വേറെ ഒന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4a/യും. അപ്പം ഇതിൽ ഏതോ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയാം. അതിനകത്ത് ഫോക്കസ് 0 minus a ആവുന്ന കണ്ടീഷൻ, ഫോക്കസ് 0 minus a ആവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4a/y ആണ്. ഓക്കെ, ഫോക്കസ് 0 minus a ആവണം. അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് y ഈക്വൽ ടു a ആവണം. അത് ഏത് ഇക്വേഷനിലാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു -4a/y. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? ഹിയർ a ഈക്വൽ ടു 3 ആണ്. 3 ഇൻറ്റു y അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു -12y എന്ന് കിട്ടും. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. വെർട്ടെക്സ് 0 0 ഫോക്കസ് 3 0. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള. പരാബോളയുടെ ഇക്വേഷൻ കാണാനാണ്. അപ്പോൾ വെർട്ടെക്സ് 0 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. വെർട്ടെക്സ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കേസിലെല്ലാം 0 0 ആണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് 3 0. ഫസ്റ്റ് വന്നിരിക്കുന്നത് 3 ആണ്. അപ്പോൾ a0 എന്നുള്ളൊരു ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് a എന്ന് പറയുന്നത് എന്താ? ഇവിടെ a ഈക്വൽ ടു 3 ആണ്. അപ്പം a0 എന്ന് പറയുന്നത് ഏത് ഇക്വേഷനാണ്? അതായത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. a0 ഫോക്കസ് a0 ആകുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. ഓക്കെ, ഫോക്കസ് a0 ആകുമ്പോൾ ഏത് ഇക്വേഷൻ? y സ്ക്വയർ ഈക്വൽ ടു 4ax. therefore y സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു a എത്രയാ? 3 ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 12x. ഓക്കെ, ദെൻ 10th ക്വസ്റ്റ്യൻ നോക്കാം. വെർട്ടെക്സ് 0 0 ഫോക്കസ് -2 0. ഓക്കെ, വെർട്ടെക്സ് 0 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് -2 0. അതായത് ഇതും എക്സിൻ്റെ വാല്യൂ ആണ്. എക്സും വൈയും ആണ് ഈ ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ തന്നിട്ട് വൈ എപ്പോഴും 0 ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളതാണ്. എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് എങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ആയിരിക്കും? y സ്ക്വയർ ഈക്വൽ ടു -4ax ആയിരിക്കും. y സ്ക്വയർ ഈക്വൽ ടു -4ax. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം. y സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു a എന്താ ഇവിടെ? ഹിയർ a ഈക്വൽ ടു 2 ആണ്. -2 എന്ന് എഴുതരുത്. ഹിയർ a ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു -8x എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ പറഞ്ഞതാണ്. ജസ്റ്റ് ആ ഫോക്കസ് നോക്കിയാൽ മതി. ഫോക്കസ് a0യും അതുപോലെ തന്നെ ഫോക്കസ് -a0യും 0aയും 0 -aയും ആകുമ്പോഴുള്ള പരാബോളയുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ വായിക്കാം. വെർട്ടെക്സ് 0 0 പാസിംഗ് ത്രൂ 2 3 ആൻഡ് ആക്സിസ് ഈസ് എക്സ് ആക്സിസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള. പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വെർട്ടെക്സ് തന്നിട്ടുണ്ട് 0 0 പിന്നെ പാസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാസിംഗ് ത്രൂ 2 3
ആൻഡ് ആക്സിസ് ഈസ് എക്സ് ആക്സിസ്. നമുക്ക് ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരാബോളയുടെ 4 ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് വെർട്ടെക്സ് 0 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ കേസിലും വെർട്ടെക്സ് 0 0 ആണ്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി അടുത്ത് നോക്കാം, പാസ് ചെയ്യുന്ന പോയിന്റ് 2 3. എപ്പോഴും പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂ എക്സിൻ്റെയും ദെൻ സെക്കൻഡ് വൈയുടെ വാല്യൂ ആയിരിക്കും തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എക്സിൻ്റെയും വൈയുടെ, എക്സിൻ്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 3ഉം ആണ്. ഇനി ആക്സിസ് ഈസ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്താവും? 0 ആവും. ആക്സിസ് ഏതിനകത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സ് ആക്സിസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ y = 0. ഇതാണ് ഇക്വേഷൻ, ആക്സിസിൻ്റെ ഇക്വേഷൻ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = 0 എന്നാണ് മീനിങ്. ഈ y = 0 ആവുന്ന കേസ് നമ്മൾ 2 എണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ലെഫ്റ്റ് സൈഡിലേക്കും, അതായത് പരാബോള ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കും വരുന്നതാണ്. അതായത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള, എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള 2 കേസ്, ഒന്ന് റൈറ്റ് സൈഡിലേക്കും മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഉള്ളതിൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? y² = 4ax. ദെൻ അടുത്തത് y² = -4ax. ഇത് ലെഫ്റ്റ് സൈഡിലേക്കുള്ളത്, ഇത് റൈറ്റ് സൈഡിലേക്കുള്ളത്. അപ്പോൾ എക്സ് ആക്സിസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്നതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചു. ഇനി നോക്കുക, ഇനി അടുത്ത എന്താ? അപ്പോൾ നമുക്ക് y = 0. ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് എന്ന് പറയുന്നത് y = 0 ആണ്. ഇനി ദെൻ അടുത്തത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഇതിൽ ഏത് ഇക്വേഷൻ ഞാൻ എടുക്കും? 2 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. 2ൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ നോക്കുവാണ് 2 3 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? പാസ് ചെയ്യുന്ന പോയിന്റ് 2 3 രണ്ട് പോസിറ്റീവാണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ 2ഉം എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? എക്സിൻ്റെ വാല്യൂ ഇവിടെ 2 അല്ല, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവാണ് 2 എന്ന് പറയുന്നത്. പോസിറ്റീവ് 2 ആണ് തന്നിരിക്കുന്നത്. ഇനി വൈയുടെ വാല്യൂ 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. വൈ പോസിറ്റീവ് ആവണത് പോസിറ്റീവ് 3 അല്ലേ? അപ്പോൾ ഒരു റൈറ്റിലേക്കുള്ള പരാബോളയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം പാസ് ചെയ്യണ പോയിന്റ് അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് വരും അല്ലേ? 2 3 ഏകദേശം ഈ ഭാഗത്ത് വരും. പാസ് ചെയ്യണ പോയിന്റ് ഇതിലൂടെയാണ് പരാബോള പാസ് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കണേ? y² = 4ax. പാസ് ചെയ്യണ പോയിന്റ് നോക്കിയിട്ട് വേണം പരാബോളയുടെ ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏത് ഇക്വേഷൻ എടുക്കണേ? y² = 4ax. അപ്പം ഇങ്ങനെ എഴുതുവാണ് y² = 4ax. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് എയുടെ വാല്യൂ വേണം. എ തന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പം എ ഇതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എക്സിൻ്റെയും വാല്യൂ അതുപോലെ തന്നെ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എക്സിൻ്റെ വാല്യൂ ഇവിടെ 2ഉം വൈയുടെ വാല്യൂ 3ഉം ആണ്. അപ്പോൾ y² എന്ന് പറയുമ്പോൾ 3² = 4 × a × x. എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താ? 2 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 വരും. 3യുടെ സ്ക്വയർ 9. 9 = 8. ദാറ്റ് ഇംപ്ലൈസ് a എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 8 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പം 9/8 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എനിക്ക് കിട്ടി 9/8. ഇനി എനിക്ക് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എയുടെ വാല്യൂ ഇതിനകത്ത് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ y² = ഇനി y²ൻ്റെ വാല്യൂ ഒന്നും കൊടുക്കരുത്, വൈയുടെ വാല്യൂ ഒന്നും കൊടുക്കരുത്. y² = 4 × എയുടെ വാല്യൂ കൊടുക്കുക 9/8 × x. ഇവിടെ ഞാൻ 4ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് താഴെ 2 എഴുതുവാണ്. കാരണം 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1,
8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, അപ്പോൾ 9/2 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഈ 2 ഇവിടെ ഡിവിഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ 2നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവുക, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ ഡിവിഷനാണ് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ, അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 2 × y² എന്ന് പറയുന്നത് 2y² = 9x. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. പരാബോളയുടെ ഇക്വേഷൻ കാണാനായിരുന്നു. അതിന് വെർട്ടെക്സ് തന്നിട്ടുണ്ട്, പാസ് ചെയ്യണ പോയിന്റ് തന്നിട്ടുണ്ട്, ആക്സിസ് തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് വെർട്ടെക്സ് 0, 0 എല്ലാ കേസിലും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി പാസ് ചെയ്യണ പോയിന്റ് 2, 3 പാസ് ചെയ്യണ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ, ദെൻ സെക്കൻഡ് തന്നിരിക്കുന്നത് വൈയുടെ വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ആക്സിസ് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ y = 0. y = 0 ആവുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ്. y² = 4ax എന്നുള്ള ഇക്വേഷനും y² = -4ax. ആദ്യമേ ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട് ഇതൊക്കെ. ആക്സിസ് ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് y = 0 ആകുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷനാണ്, രണ്ട് പരാബോളയുടെ കേസാണ് പറയുന്നത്. y² = 4ax, y² = -4ax. അപ്പം നമ്മൾ നോക്കണം ഇതിൽ ഏത് ഇക്വേഷനാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ. പാസ് ചെയ്യണ പോയിന്റ് നോക്കുക. പാസ് ചെയ്യണ പോയിന്റ് രണ്ടും പോസിറ്റീവാണ് അല്ലേ. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ നമുക്കറിയാം +2 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോഴാണ് +2 അല്ലേ. പിന്നെ വൈയുടെ വാല്യൂ +3, അത് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് വരും പാസ് ചെയ്യണത് അല്ലേ. അപ്പം നമുക്കറിയാം ഇതിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വന്നത്, പരാബോള റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഈ ഇക്വേഷനാണ് എടുക്കുന്നത്, y² = 4ax. ഇതിൽ നിന്ന് എനിക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇക്വേറ്റ് ചെയ്താൽ മാത്രമാണ് ഇക്വേഷൻ ഓഫ് ദ പരാബോള കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, വൈയുടെ വാല്യൂ എന്താ ഇവിടെ 3 ആണ്. അപ്പോൾ 3² = 4 × a × എക്സിൻ്റെ വാല്യൂ എന്താ ഇവിടെ 2. അപ്പോൾ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 = 4 × 2 8, 8a. ദാറ്റ് ഇംപ്ലൈസ് എയുടെ വാല്യൂ എന്ത് കിട്ടും, a = 9/8. ഈ 8 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷനാവും 9/8. ഇനി എന്ത് കൊടുക്കുക, y² = 4 × എയുടെ വാല്യൂ നോക്കുക. എയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയത് 9/8 × x. അപ്പോൾ നമുക്ക് കിട്ടും y² = 9/2x എന്ന് കിട്ടും. ഈ 2 ഞാൻ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും കൊണ്ടുപോയി, അപ്പോൾ 2y² = 9x എന്ന് കിട്ടും. ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു പ്രോബ്ലമാണ്. 12th ക്വസ്റ്റ്യൻ വായിക്കാം. Vertex 0, 0 passing through the point 5, 2 and is symmetric with respect to y-axis. ഇതിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള, പരാബോളയുടെ ഇക്വേഷൻ കാണാനാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാസ് ചെയ്യേണ്ട പോയിന്റ് തന്നുകൊണ്ട് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y-axis, y-axisന് സിമെട്രിക് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. y-axisന് സിമെട്രിക് ആയിട്ട് നമുക്ക് രണ്ടെണ്ണേ അറിയുള്ളൂ അല്ലേ, ഒന്ന് അപ്വേർഡും ഡൗൺവേർഡും ആണുള്ളത് അല്ലേ. ഈ രണ്ട് കേസാണ് നമുക്കറിയുന്നത്. വിത്ത് റെസ്പെക്ട് ടു y-axis എന്ന് പറയുമ്പോൾ രണ്ട് കേസ്, അപ്വേർഡും ഡൗൺവേർഡും. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്വേർഡ് ആകുമ്പോൾ എന്തായിരുന്നു, x² = 4ay, ഡൗൺവേർഡ് ആകുമ്പോൾ x² = -4ay. ഇതിൽ ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പാസ് ചെയ്യണ പോയിന്റ് നോക്കുക. പാസ് ചെയ്യണ പോയിന്റ് 5, 2. 5 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും പോസിറ്റീവാണ് വന്നിരിക്കുന്നത് അല്ലേ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 5 വരുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും അല്ലേ. ഇനി വൈയുടെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവാണ്, അതായത് ഈ ഒരു ഭാഗത്ത്, അതായത് പാസ് ചെയ്യണ പോയിന്റ് ഇവിടെയായിട്ട് വരും ഏകദേശം ഈ ഭാഗത്ത്, അതായത് അപ്വേർഡ് ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക, x² = 4ay ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണതും എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. x² = 4ay, എക്സിൻ്റെ വാല്യൂ എന്താ ഇവിടെ 5 ആണ്. അപ്പോൾ 5² = 4 × a × വൈയുടെ വാല്യൂ എന്താ 2 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 5യുടെ സ്ക്വയർ 25, 25 = 8a.
ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു 8 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 25/8 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് ദ ആക്സിസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, y ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ പരാബോളയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ x² = 4 ഇൻറ്റു എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 25/8. ഇവിടെ നമുക്ക് x² = 25/2 എന്ന് കിട്ടും. നമുക്ക് 4നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1, 8നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 അല്ലേ. അപ്പോൾ x² = 25/2 ഇൻറ്റു y എന്ന് കിട്ടും. ഇനി ഞാൻ ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 2x² = 25y എന്ന് കിട്ടും. ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ ഓഫ് പരാബോള കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വെർട്ടെക്സ് തന്നിട്ടുണ്ട് 0, 0, പാസ് ചെയ്യണ പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്, അതായത് 2 ക്ലൂ നമ്മുടെ കയ്യിലുണ്ട്, പാസ് ചെയ്യണ പോയിന്റും സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്നും. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് പറയുന്നത് 2 കേസാണ്. ഏതാ, y ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്നത്. y ആക്സിസിന് സിമെട്രിക് എന്ന് പറയുമ്പോൾ ഏതാ, ഒന്ന് അപ്വേർഡും ഒന്ന് ഡൗൺവേർഡുമാണ്. അപ്വേർഡ് ആയിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ x² = 4ay, ഡൗൺവേർഡ് ആയിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ x² = -4ay. അപ്പോൾ ഇത് നമ്മൾ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുമ്പോൾ, റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഏതൊക്കെയാണ്, ഒന്ന് അപ്വേർഡും ഡൗൺവേർഡും ആണെന്നുള്ളത് ഓർക്കണം. ഓക്കെ, പരാബോള അപ്വേർഡും ഡൗൺവേർഡും ആവുന്ന കേസാണ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിലേത് ഇക്വേഷനാണ് എടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷനാണെന്ന് അറിയാൻ പാസ് ചെയ്യണ പോയിന്റ് അവർ തന്നിട്ടുണ്ട്. 5, 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ, 2 എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ. അപ്പോൾ ഏകദേശം എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +5 ആണ്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 പോസിറ്റീവ് ആകുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ക്വാഡ്രൻറ്റിൽ വരും അല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ നമുക്കറിയാം ഏത് അപ്വേർഡ് ആയിരിക്കും അല്ലേ. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരാബോള എങ്ങനെ വരും, അപ്വേർഡ് ഡയറക്ഷനിലാണ് വന്നത്. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കണം, x² = 4ay. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് പരാബോളയുടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ x² = എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണെന്നറിയാം. അപ്പോൾ 5² x² എന്ന് പറയുമ്പോൾ 5² which is equal to 4 into a into yയുടെ വാല്യൂ എന്താ, 2. അപ്പോൾ 4 into 2 8 ആണ്, 8a, 8 into a 8a, പിന്നെ 5ൻ്റെ സ്ക്വയർ 25. ഇതിൽ നിന്ന് a കണ്ടുപിടിക്കണം. therefore that implies a equal to 25/8 അല്ലേ. 8 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, 25/8. ഇനി നേരിട്ട് ആ ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. x² = 4 into എയുടെ വാല്യൂ എത്രയാണ്, 25/8. ഇനി നമുക്ക് 4ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കളയാലോ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 25/2 into y എന്ന് കിട്ടും. x² = 25/2 into y. ഇനി ഞാൻ ഇതിനെ ഈ 2 ഇവിടെ ഡിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 2 into x² എന്നാവും. അപ്പോൾ 2x² = 25y എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.